ഗലാട്ട ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിയത് ഇസ്താംബുളിൻ്റെ മോഡേൺ സൈഡിലാണ്. അവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഒരു ഗലാട്ട ടവർ. ഈ ടവറിൻ്റെ മുമ്പിൽ ഒരു അടിപൊളി കഫേ ഉണ്ട്. അവിടെ ഒരു നല്ല ചീസ് കേക്കും ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ അതിൻ്റെ വ്യൂ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തു. നല്ല തിരക്കുള്ളൊരു സ്പോട്ടായത് കാരണം സാധാരണ ഒരു 10-20 മിനിറ്റ് വെയിറ്റിംഗ് ടൈം ഉണ്ടാകും ഇവിടെ ഒരു സ്പോട്ട് കിട്ടാനായിട്ട്. ഇവിടുന്ന് നമ്മൾ അതിൻ്റെ മുമ്പിൽ കൂടെയുള്ള മാർക്കറ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ്. ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് ടർക്കിഷ് ഐസ്ക്രീംകാരനെ കണ്ടപ്പോൾ എമിക്കൊരു രസമാവലെന്ന് വെച്ച് നമ്മളൊരു ഐസ്ക്രീം വാങ്ങാൻ പോയി. അയാളുടെ കാട്ടിക്കൂട്ടലിൻ്റെ ഇടയിൽ എമിയുടെ മൂക്കിൽ ഒരു ഐസ്ക്രീം ആയത് കാരണം ആൾ കരയാൻ തുടങ്ങി. അങ്ങനെ പണി പാളി. പിന്നെ അവസാനം ഫിദ ഐസ്ക്രീം വാങ്ങണ ചടങ്ങ് നിർവഹിച്ച് ഇവിടുന്ന് നേരെ പോയത് ഇസ്തിക്ലാൽ സ്ട്രീറ്റിലോട്ടാണ്. ഗലാട്ട ടവറിൻ്റെയും തക്സിം സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്പോട്ടിൻ്റെ ഇടയിലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ് ഇസ്തിക്ലാൽ സ്ട്രീറ്റ്. രണ്ട് സൈഡിലും പലതരം ഷോപ്സും ക്ലോത്തിങ്ങിൻ്റെയും പിന്നെ ഫുഡിൻ്റെയും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട്. അടിപൊളിയായിരുന്നു. രാവിലെ തുടങ്ങിയ നടത്തായത് കാരണം എമിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ തോളത്ത് കയറിക്കും. പല സംഭവങ്ങളും ഉണ്ടെങ്കിലും എന്നെ ഹഠാത് ആകർഷിച്ചത് ഇവിടുത്തെ ഈ സ്വീറ്റ് ഷോപ്സാണ്. ഈ ബക്ലാവയും മാതിരി അറബിക് സ്വീറ്റ്സ് കാണുമ്പോൾ എൻ്റെ പിടി വിട്ടുപോയി പല സമയത്തും. ഇസ്തിക്ലാൽ സ്ട്രീറ്റിൻ്റെ എൻഡിലെത്തുമ്പോഴാണ് ഇങ്ങനെ റൗണ്ട് അബൌട്ട് കാണും. അതിൻ്റെ അടുത്തൊരു നല്ലൊരു പള്ളിയുണ്ട്. അവിടെ തന്നെ കുറേ ഡോണ കെബാബിൻ്റെ ഷോപ്സൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറി അന്ന് രാത്രിക്കത്തെ ഡിന്നർ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, പതിവ് പോലെ. പിന്നെ ഒരു ഊബറും വിളിച്ചിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോയി. വെസ്റ്റേൺ കൺട്രീസ് നിന്നൊക്കെ വരുന്നവർക്ക് ഇവിടുത്തെ ലൈറ്റ് ലൈഫ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കൊതിയായി പോകും.